അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതെല്ലാവർക്കും നിങ്ങൾ ആരും എന്നോട് ബേജാറാക്കണ്ട. ഞാൻ ഉള്ള സംഭവം പറയുന്നതാണ്. പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞമ്മക്ക് ഇപ്പോൾ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു. ഞമ്മ വലിയ സെറ്റുകാരനായി പോകും. ഞമ്മ ശമ്പളത്തിനനുസരിച്ചിട്ട് പണിയെടുക്കണം. എങ്ങനെ പറഞ്ഞാൽ പള്ളിയിൽ നിങ്ങൾ 15 മിനിറ്റ് മുന്നേ വരണമെന്ന് ബാങ്ക് കൊടുക്കുന്നതിന് 15 മിനിറ്റ് മുന്നേ വന്നിട്ട് പള്ളിയിൽ എന്ത് ഫാൻ വേണ്ടത് ഫാൻ ഇടണോ. ചില ആൾ ഒരു 10 മിനിറ്റ് മുന്നേ വരുന്ന ആളുണ്ടാകും. അവർക്ക് ഫാൻ ജനൽ തുറന്നു നോക്കണം. ഇതെല്ലാം ആക്കണം നിങ്ങളെ പണിയും. പിന്നെ ഇടത്തെ കയ്യിൽ സ്വിച്ച് ഇടുന്ന എല്ലാവരും ഇടത്തെ കയ്യിൽ മുസാബ് കൊണ്ടുവെക്കുന്നവർ എടുക്കുന്നതും ഉത്സാഹമല്ല എല്ലാവരും അടുത്ത കയ്യിൽ മുസാബ് എടുക്കുന്നു. എന്നിട്ട് അതിലെ പിന്നെ വലത്തെ കയ്യിൽ കൊടുത്തിട്ട് അതിലെ അടുത്ത കയ്യിൽ കൊണ്ടുവെക്കുന്നു. ഇതെല്ലാം നമ്മൾ എല്ലാവരും ഉസ്താദന്മാരും ജനങ്ങളും എല്ലാം പഠിക്കേണ്ടതെന്ന്. സുന്നത്തിലുണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി. ചിലപ്പോൾ പറലിൽ ഫൈലായിപ്പോയി, ചിലപ്പോൾ സുന്നത്തിലുള്ള ആരെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്തിയെങ്കിൽ. അപ്പം നിങ്ങൾ എന്താ പറഞ്ഞാൽ 15 മിനിറ്റ് മുന്നേ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ വരണം. 15 മിനിറ്റ് പിന്നെ കഴിഞ്ഞിട്ട് പോകണം. നിങ്ങൾ നിസ്കരിച്ചിട്ടായിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകണം. ചില നിങ്ങൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോയാൽ അവിടെ നിൽക്കുന്ന കുറേ ആളുണ്ടാവും. പിന്നെ സ്വിച്ച് ഇടുന്നതും അങ്ങനെ ഇത് സ്വിച്ച് ഓഫ് ആക്കി ഇറങ്ങാൻ കഴിയാം. ജനങ്ങൾ ആളെ 4-5 ആളെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഫാനിന്റെ സ്വിച്ച് നിങ്ങൾ ബന്ധാക്കിയിട്ട് പോകണ്ട. നിങ്ങളെ പണി നിങ്ങൾ ശമ്പളം തരുന്നില്ലേ? ഇതെല്ലാവരും മനസ്സിലാക്കണം. എല്ലാവരും പിന്നെ ഇങ്ങനത്തെ നല്ല ആളുണ്ട്, അറിയുന്ന ആളും അറിയാത്ത ആളുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നത്. രണ്ടാമത്തെ അത് എന്നോട് ആര് ദേഷ്യപ്പെട്ടത് വലിയ ബേജാറിന് കുറേ ആൾ പറയുന്നതാണ്. ഇപ്പോൾ പുറത്തൊരു ഗസ്റ്റ് ഉണ്ട്, 4 ആള് ഇവർ സ്വിച്ച് ബന്ധാക്കിയിട്ട് പോയി. പറഞ്ഞ മനസ്സിലായ? അപ്പോൾ പിന്നെ എന്താക്കി പറഞ്ഞാൽ ഒന്ന് പിന്നെ പള്ളിയിൽ നടു സുഖമില്ലാത്ത ആളുണ്ട്, കുത്തിരിക്കാൻ കഴിയാത്ത ആളുണ്ട്. എന്താക്കുന്നറിയോ? അല്ല 4 4 ബാത്റൂമിൽ ഇരുന്നിട്ട് ഇരിക്കുന്നതുണ്ട്. ഒന്നും തുറന്നു നോക്കുന്നില്ല. പള്ളിയിൽ നിന്ന് ഒരു അരമണിക്കൂർ മുന്നേ ബാങ്ക് കൊടുക്കുന്ന അരമണിക്കൂർ മുന്നേ തുറന്നൂടെ? പുറത്താളെ വന്നിട്ട് തൂറിയിട്ട് പോകുന്നതായിട്ട് പൊട്ടായി പോകുന്നതായിട്ട് നിങ്ങൾ ഇതാക്കുന്നില്ല. നിങ്ങൾ ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങൾക്ക് തുറന്നൂടെ? അരമണിക്കൂർ മുന്നേ നിങ്ങൾ ബാങ്ക് കൊടുക്കാൻ ആ സമയത്ത് നിങ്ങൾ തുറന്നൂടെ? അപ്പല്ല ജനങ്ങളല്ലേ വരുന്നത്. ഓർക്ക് കുത്തിരിക്കാൻ കഴിഞ്ഞാൽ ഈ നിന്നിട്ട് വരുന്ന ഒന്ന് വെച്ചാൽ പാതി വെള്ളം മനസ്സിന്റെ മേക്കും പറ്റ ഉറ്റി ഒന്ന് കുണിയാൻ ഏതാൾ എന്താക്കും പറ്റ മേക്ക് വരുന്ന ഞാൻ ജാഗയിൽ പോയിട്ട് പിന്നെ പള്ളിക്ക് മടങ്ങിപ്പോയി. തീർച്ചയായും നമുക്ക് കുണിയാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും പറ്റ മേക്കല്ലായതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോയി പേർക്ക്. പിന്നെ എന്താക്കുന്നത് ബാങ്ക് കൊടുത്ത് പള്ളിക്ക് വന്നിട്ട് മടങ്ങുമ്പോൾ എത്ര പൊട്ടുണ്ട്. ഞങ്ങൾ ഇയാളെന്താ നിൽക്കരിക്കാതെ പോയതെന്ന് പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇരുന്ന് തൂർന്ന ബാത്റൂം കുറേ ഉണ്ട്, കുറേ സ്ഥലത്ത് തുറക്കുന്നില്ല ഒന്നും. നിങ്ങൾ ബന്ധാക്കി വെക്കേണ്ടാന്ന് പള്ളിൻ്റെതെന്ന്. പള്ളിന്റെ ബാത്റൂം പള്ളി വൃത്തിയാക്കാൻ ആളുണ്ടല്ലോ, ഓർക്കാവും. നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടാന്ന് പറഞ്ഞു മനസ്സിലായ? ഇതെല്ലാം നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ 1 മണിക്കൂർ മുന്നേ തന്നെ വരണം ബാങ്ക് കൊടുക്കാൻ. എന്നിട്ട് പിന്നെ ഫാൻ വേണമെങ്കിൽ ഫാൻ ഇടണോ, സ്വിച്ച് വേണ്ട സ്വിച്ച് ഇടണം വേണം. നിങ്ങൾ പിന്നെ ലൈറ്റ് ഓഫ് ആക്കാനും പിന്നെ ഫാൻ ബന്ധാക്കാനും നിങ്ങൾ പോകണ്ട. ഒരു 10 മിനിറ്റ് കഴിയും. അറിഞ്ഞാ ജമാഅത്തിന്റെ പൈസ, ഒരാളെ പൈസ ഒന്നുമല്ല. ഓക്കെ, കാസർഗോഡ് നിർത്തി മുമ്പ്.